പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണുന്ന പിന്നെ എല്ലാ ജീവികളും വന്യജീവി വൈൽഡ് ലൈഫ് എന്നുള്ള നിർവചനത്തിൽ പെടുത്തി. പിന്നെ വന്യമൃഗങ്ങൾ വൈൽഡ് ആനിമൽസ് എന്നാൽ എന്ത് എന്നുള്ളത് നമുക്ക് നിർവഹിച്ചു. അത് പറഞ്ഞത് ഈ ഷെഡ്യൂളുകളിൽ ഈ ആക്ടിൻ്റെ ഈ പട്ടികകൾ, ആ പട്ടികകളിൽ കാണുന്ന ആനിമൽസ് എല്ലാമാണ് വൈൽഡ് ആനിമൽസ്, വന്യമൃഗങ്ങൾ. മറ്റേത് വന്യജീവി, വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫിനകത്ത് എല്ലാം പെടും, സസ്യങ്ങളും പെടും, ജന്തുക്കളും പെടും, സ്വാഭാവികമായി പ്രകൃതിയിൽ കാണുന്നത് എല്ലാം പെടും. വന്യമൃഗങ്ങൾ എന്നുള്ളതിനകത്ത് ഷെഡ്യൂളിൽ കാണിച്ചിട്ടുള്ള ആനിമൽസ് എല്ലാം പെടും. അതിൽ തന്നെ ചില ഷെഡ്യൂളുകളൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്ന്, കൂടുതൽ പ്രാധാന്യമുള്ളതല്ല, ആ ഷെഡ്യൂളിലെ ആനിമൽസിനെ ഉപദ്രവിക്കുന്നതോ കൊല്ലുന്നതോ ഒക്കെ അതികഠിനമായ ശിക്ഷയ്ക്ക് വഴിവെക്കുന്നതാണ് എന്ന് നിഷ്കർഷിച്ചു. അപ്പം അതിനകത്ത് സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എൻഡേഞ്ചേർഡായിട്ടോ അല്ലെങ്കിൽ അപൂർവമായിട്ടോ അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്നതായിട്ടോ ഒക്കെയുള്ള ആനിമൽസിനെയൊക്കെയാണ് കൂടുതൽ ഈ ശിക്ഷയ്ക്ക് അർഹമാകുന്ന ഷെഡ്യൂളുകളിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം ആനിമൽസിനെ കൊല്ലുന്നതോ അത്തരം ആനിമൽസിനെ കെണികെട്ടി പിടിക്കുന്നതോ അതിനെ ഉപദ്രവിക്കുന്നതോ ഒക്കെ കഠിനമായ ശിക്ഷയാണ്. ബാക്കിയുള്ള ആനിമൽസിന് അത്രയും കഠിനമായ ശിക്ഷയില്ല, എങ്കിലും അതും സാമാന്യം കഠിനമായ ശിക്ഷ തന്നെയാണ് അത്തരം ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്നതിന്. എന്നുവെച്ചാൽ അതിന് ഹണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലണമെന്നില്ല, അതിനെ നേർ ചെയ്യുക അല്ലെങ്കിൽ പിടിക്കുക, ഉപദ്രവിക്കുക, ഇതെല്ലാം ഹണ്ടിങ്ങിൻ്റെ നിർവചനത്തിൽ വരും. അപ്പം ആ ആനിമൽസിനെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും എല്ലാം കഠിനമായ ശിക്ഷയാണ്. ചില ഷെഡ്യൂളിൽ പെട്ടതിനെ കൊല്ലുന്നത് കൂടുതൽ കഠിനമായ ശിക്ഷയാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ഇങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞുകൃഷ്ണ മാഷുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയത് എന്തിനാണ്? മനുഷ്യര് നമുക്ക് വേണ്ടിയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയത്. ആന പറഞ്ഞിട്ടല്ല, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയത് ആനയും ഷെഡ്യൂൾ പറഞ്ഞിട്ടല്ല. നമ്മുടെ ഈ ഭരണഘടനാപരമായ ബാധ്യതകൾ കണക്കിലെടുത്തും പിന്നെ ഈ ആനിമൽസിനെയൊക്കെ നമ്മൾ യഥാസമയം ഇടപെട്ട് പരിരക്ഷിച്ചില്ലെങ്കിൽ അവയൊക്കെ വംശനാശം വന്നു പോകുമെന്നും അങ്ങനെ വംശനാശം വന്നു പോകുന്നത് മനുഷ്യരാശിക്ക് ദുരിതകരമായിരിക്കും എന്നുമുള്ള ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 72 പാസ്സാക്കിയ നിയമം ഈ വന്യജീവികളുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ, ചട്ടവട്ടങ്ങൾ, സ്ഥാപനങ്ങൾ, പിന്നെ നിയമപരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം പിന്നെ അത് നിർവഹിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരെണ്ണമാണ് ഈ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം. ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, പിന്നെ വൈൽഡ് ലൈഫ് ബോർഡ്, നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു വൈൽഡ് ലൈഫ് ബോർഡുണ്ട്, സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഉണ്ട്, നാഷണൽ സൂ അതോറിറ്റി ഉണ്ട്. ഈ സ്ഥാപനങ്ങളും എല്ലാം ഈ നിയമത്തിൻ്റെ പിന്നെ നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് പറയാനുള്ളത്? വന്യജീവി സംരക്ഷണം പറഞ്ഞോട്ടെ. ഈ ഷെഡ്യൂൾ 1 പ്രാധാന്യം കണക്കാക്കിയിട്ട് പൂമ്പാറ്റ അടക്കമുണ്ട്. ഷെഡ്യൂൾ 1 ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില പക്ഷികൾ, തീരെ ഇല്ലാത്ത പക്ഷികൾ, ഇതൊക്കെ ഷെഡ്യൂൾ 1 കാക്കയും പ്രാവൊക്കെ പെടും. കാക്കയും പ്രാവൊന്നും പെടില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടാവും, എന്നാലും എണ്ണത്തിൽ വളരെ കുറവായ കുറെ അധികം ഷെഡ്യൂൾ 1. പാർട്ട് 2 ഷെഡ്യൂൾ 2 പ്രധാനപ്പെട്ട. അല്ല, ഞാൻ ചോദിച്ചത് നമ്മളത് വളർത്തിയാലും ശിക്ഷയാണ്. അതിനെ വളർത്തണമെങ്കിൽ തന്നെ അതിന് ഈ വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുവാദത്തോടുകൂടി മാത്രമേ അതിനെ വളർത്താൻ പറ്റുള്ളൂ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുവാദത്തോടുകൂടി അല്ലാതെ ഈ ആനിമൽസിനെ നമ്മൾ സൂക്ഷിക്കുന്നതോ കൈവശം വെക്കുന്നതോ ഷെഡ്യൂൾ 1 എന്ന് പറയുന്ന
ആനുവലിനെ ഷെഡ്യൂൾ 1 മാത്രമല്ല ഷെഡ്യൂൾ 2 പാർട്ട് 2 എന്ന് പറഞ്ഞൊരു ഭാഗവും. അപ്പോൾ ഈ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 പാർട്ട് 2 ആനിമൽസിനൊക്കെ അതിനൊക്കെ ഉപദ്രവിക്കുന്നതിന് അല്ലെങ്കിൽ ഹണ്ട് ചെയ്യുന്നതിന് 7 കൊല്ലം കാട്ടുന്നതാണ്. 3 കൊല്ലം മിനിമം. അപ്പം വളർത്താൻ പറ്റുന്ന ഈ ഷെഡ്യൂൾ 1 പറഞ്ഞ ആ മൃഗങ്ങളെ ചീഫ് വൈൽഡ് വാർഡന്റെ പെർമിഷനോടുകൂടി ഏത് മൃഗത്തെയും വളർത്താം. പക്ഷേങ്കിൽ സാധാരണ അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുന്ന ക്രൈറ്റീരിയ അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെർമിഷനേ കൊടുക്കാം. അല്ല ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ദാറ്റ് പ്രൊവിഷൻ ഈസ് ആക്ച്വലി മെന്റ് ഫോർ ആന. കേരളത്തിൽ ഇപ്പോൾ ഒരു 700ഓളം നാട്ടാനുണ്ട്. അതിനകത്ത് അപ്പൊ ഈ ആനയെ നമ്മൾ പണ്ടേ വളർത്തിക്കൊണ്ട് തരുന്ന ആനയാണ്. പിന്നെ ഈ സർക്കസുകാർ ചില ആനിമൽസിനെ കൊണ്ടു നടക്കുന്ന പണ്ടേ പതിവുള്ളതാണ്. പിന്നെ മയിലുകൾ, ചില ആളുകൾ മയിലിനെ വളർത്തുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ വേറെ ചില മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന സാംസ്കാരിക പശ്ചാത്തലമൊക്കെ കാണുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ പക്ഷേ ഈ ഷെഡ്യൂളിനകത്ത് ആന എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നാട്ടാന കാട്ടാന എന്ന ഷെഡ്യൂളിനകത്ത് ആന എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആനകളെ വളർത്തണമെങ്കിൽ ചീഫ് വൈൽഡ് വാർഡന്റെ പെർമിഷൻ വേണം. അപ്പോൾ ചീഫ് വൈൽഡ് വാർഡ് നാട്ടാനയാണെങ്കിൽ പെർമിഷൻ കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിയമപ്രകാരം അക്വയർ ചെയ്ത നാട്ടാനകൾ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില അപൂർവമായിട്ട് ചില സൂകളിലൊക്കെ ആനകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിയമപ്രകാരം വളർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അത്തരം ആനകളെ വളർത്താനുള്ള പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചീഫ് വൈൽഡ് വാർഡന്റെ പെർമിഷനോടുകൂടി ഇതിനെ വളർത്താം എന്നുള്ള നിഷ്കർഷ വെച്ചിട്ടുള്ളത്. അല്ലാതെ ചീഫ് വൈൽഡ് വാർഡിന് ഇഷ്ടമുണ്ടെങ്കിൽ കുറെ ആനിമൽസിനെ വളർത്താൻ പെർമിഷൻ കൊടുക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല ആ നിയമത്തിനുള്ളത്. നിയമത്തിന്റെ കാഴ്ചപ്പാട് ഇപ്പോൾ നിലവിലുള്ളത് ആനിമൽസിനെ പിന്നെ ഓരോരുത്തരും വളർത്തണം എന്നത് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതല്ല നിയമത്തിന്റെ കാഴ്ചപ്പാട്. ആനിമൽസിനെ യഥേഷ്ടം അവരുടെ വഴിക്ക് വിടണം എന്നുള്ളതാണ് നിയമത്തിന്റെ കാഴ്ചപ്പാട്. അതേപ്പറ്റി കൂടുതൽ പുനർചിന്തനം വേണമോ, കൂടുതൽ അതേപ്പറ്റി ആലോചിക്കണമോ എന്നുള്ളത് ഒരു പബ്ലിക് ഡിബേറ്റിന് പിന്നെ വിഷയമാകാവുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം അഭിപ്രായങ്ങൾ ആളുകൾ പറയാറുണ്ട്. ഞാൻ പിന്നെ ഒരു മാനിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മയിലിനെയോ ഒക്കെ ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് വളർത്താൻ ഇപ്പോൾ നിയമം അനുവദിക്കുന്നില്ല. ഒരു പക്ഷേങ്കിൽ ക്യാപ്റ്റിവിറ്റിയിൽ ആ ആനിമൽ കൂടുതൽ കാലം ജീവിച്ചെന്ന് വരികയും ചെയ്യും. അത് പറഞ്ഞ പോലെ ഒരു സന്ദർഭവശാൽ ഒരു കാര്യം പറയാം, ചില ആനിമൽസൊക്കെ ക്യാപ്റ്റിവിറ്റിയിലാണ് കൂടുതൽ കാലം ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ കാട്ടി ജീവിക്കുന്ന ഒരു തരത്തിലും ഒരു എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ അല്ലേ വലിയ പാടാ. ടൈഗർ വി ഹാവ് ടു ഷോ ഇറ്റ്സ് ബെസ്റ്റ്. അല്ലാതെ മാനിനെ കിട്ടുമൊന്നുമില്ല. മാനിനെ കിട്ടണമെങ്കിൽ ടൈഗറിന് നല്ല പാടുണ്ട്. അപ്പൊ അതിന് ഒരു പ്രേയെ പിടിക്കാൻ, ഒരു തീറ്റമൃഗത്തിനെ പിടിക്കാൻ പറ്റുന്ന അത്ര ആരോഗ്യശേഷി, അത്രയും സ്പീഡ്, അത്രയും കണ്ണുകാഴ്ച, അത്രയും ചെവിയുടെ ശ്രവണശക്തി, നഖത്തിന് അത്രയും മൂർച്ച, കൈക്ക് അത്രയും ശക്തിയൊക്കെ നിലനിൽക്കുന്നിടത്തോളം ഒരു പ്രായം വരെ മാത്രമേ അതിന് ഹണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ ചത്തു. ഹണ്ട് ചെയ്യാൻ പറ്റാതെ ആ ടൈഗർ ചത്തുപോകും. അതേസമയം നമ്മൾ സൂര്യത്താണെങ്കിൽ വീടായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അത് കുറെ കൂടുതൽ കാലം ജീവിച്ചേക്കും. പക്ഷേങ്കിൽ ഞാനൊരു ടൈഗർ ആയിരുന്നെങ്കിൽ ഇത് ഏത് ഞാൻ സ്വീകരിക്കുമായിരുന്നു കൂടുതൽ കാലം കൂട്ടി കിടക്കുമായിരുന്നു ഇഷ്ടമായിരിക്കുമോ അതോ കുറച്ചു കാലം വനത്തിൽ ജീവിക്കാൻ ഇഷ്ടമായിരിക്കുമോ എന്നുള്ളത് ടൈഗറിനോട് തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേങ്കിൽ ഫാക്ട് ഇതാണ്. ഫാക്ട് ചിലപ്പോൾ മെനി ആനിമൽസ് ലീവ് ലോങ്ങർ ഇൻ ക്യാപ്റ്റിവിറ്റി എക്സെപ്റ്റ് പെർഹാപ്സ് കോബ്ര. നമ്മൾ ഈ മൂർഖൻ പാമ്പിനെ പിടിച്ച് കൂട്ടിലിട്ടാൽ ചത്തു. 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് ചത്തു. അതിനെന്താണ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷേ അതിന് സ്പീഡ് ഓടുന്നത് ജീവിക്കാൻ അതിന് ആവശ്യം. അതിനെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ
ഒരു കാരണവുമില്ല. 5-6 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഈ മുതുകിനുള്ള ശൈക്കങ്ങളൊക്കെ അങ്ങോട്ട് ഒരുതരം കുട്ടികൾ ഭംഗിയില്ലാതെ ഷൈനൊക്കെ പോകും. അത് അവിടെയൊക്കെ ഇങ്ങനെ കേടായിട്ട് ആ മൂക്കിനതിൻ്റെ പോകും. ഒരു 5-6 മാസം പിടിച്ച് മൂക്കിട്ടാൽ പോകും. എന്നാലും വരുമ്പോൾ ഇഷ്ടംപോലെ കാലം കൂട്ടിയിടാം. തീറ്റി കിട്ടിയാൽ മതി, സുഖമായിട്ട് കിട്ടാം, അതിനെ പോകത്തില്ല. അപ്പോൾ ഓരോ ആനിമലിനും ഓരോ രീതിയാണ്. അപ്പം ഈ ഒരു പബ്ലിക് ഡിബേറ്റിൻ്റെ വിഷയമാകാൻ ഇടയുള്ളത്, ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും വിഷയമാകാൻ ഇടയുള്ള ഒരു കാര്യമാണ് ആനിമൽസിനെ ആർക്കെങ്കിലും യഥേഷ്ടം വളരാൻ അനുവദിക്കണമോ വേണ്ടയോ. അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ആ ആനിമലിൻ്റെ വികാരം എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ക്രൈറ്റീരിയൻ. Will I like to be encaged for 15 years or will I like to wander in the wild for 12 years? എനിക്കറിഞ്ഞു. ഈ സർക്കസിലെ കടുവകൾ ഏകദേശം 35 വയസ്സ് വരെ ജീവിച്ച ചരിത്രമുണ്ട്. ഉണ്ട്. അതിന് തമാശ, അത് 35 വയസ്സ്, കടുവയ്ക്ക് 15 വയസ്സായിട്ടുള്ളൂ. അതെ. ഇവര് ഈ വൈൽഡ് ഫാക്ടറി നിയമത്തിന്റെ പഴുതുകൾ വെച്ചുകൊണ്ട് അതെ. ഇവർ ചെയ്തിട്ട് റാണി എന്നൊരു കടുവയ്ക്ക് പേരിടും. ഈ റാണിയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് അത് കഴിയുമ്പോൾ അടുത്ത കടുവ വരുമ്പോൾ അത് അതിന്റെ പേര് റാണിയാണ്. മറ്റൊരു സൈഡിൽ കൂടെ മറവ് ചെയ്തിട്ട് ഈ റാണി പിന്നെയും മതി. 35-38 വയസ്സ് വരെ ജീവിച്ച കടുവകളുണ്ടായിരുന്നു. റെക്കോർഡ് മാറ്റിയില്ല. ആനക്കുണ്ട്. ഓ, ഉണ്ണികൃഷ്ണൻ കഴിച്ച് അതൊക്കെ ഉണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ മൃഗങ്ങളെ വളർത്താൻ അനുവദിക്കുന്നില്ല. ആ, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വിദേശ രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ആനിമൽസിനെ വളർത്താൻ അനുവദിക്കുന്നുണ്ട്. പിന്നെ പണ്ടക്കാണ്ട് സിംഹത്തെ കൊണ്ട് നടക്കുന്ന ഒരു ചക്രവർത്തിയോ രാജാവോ ആഫ്രിക്കയിലോ ആ ഹെയ്ലി സെലാസി ഒരു സിംഹത്തിനെ കൊണ്ട് നടക്കുന്ന പടമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പിന്നെ ഈ നമ്മളെ അത്രയും ഒരു ഈ ധാർമ്മിക വ്യഥ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ് അവരുടെ സാംസ്കാരിക പശ്ചാത്തലം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി അത്ഭുതപ്പെടാനൊന്നുമില്ല. അവരുടെ സാംസ്കാരിക പശ്ചാത്തലം അങ്ങനെയാണ്. സായിപ്പന്മാർക്ക് കുറച്ചുകൂടെ നമ്മളെക്കാളും കുറച്ചുകൂടെ പിന്നെ ഒരു ധാർമ്മിക വ്യഥകളൊക്കെ കുറക്കും. ഇവിടെ തന്നെ സായിപ്പന്മാർ ആദ്യമായിട്ട് വന്നപ്പോൾ ഈ വനവിധാനം കണ്ടപ്പോഴത്തേക്ക് ആരാ ഇന്നലെ പിന്നെ ഇദ്ദേഹമാണ് പറഞ്ഞത്, ഉണ്ണികൃഷ്ണ മാഷ പറഞ്ഞത് അല്ലേ? എന്താ സംഭവിച്ചത്? അവര് വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കാട് കണ്ടവണ്ണം വളർന്നു കിടക്കുന്നത് ഈ ആള് ഉപയോഗമില്ലാത്ത കാടാണ്. ഒരു ഉപയോഗമില്ലാത്ത കാട്. അത് ഒരു വേസ്റ്റഡ് ഈ ഭൂമിയുടെ ലാൻഡ് ഈസ് ലൈങ് വേസ്റ്റ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ചുട്ട് വെച്ച് അവിടെ തേക്ക് നട്ടണം. കാരണം തേക്കാവുമ്പോൾ കപ്പലൊക്കെ ഉണ്ടാക്കാനുള്ള നല്ല തടിയാണോ, അതുകൊണ്ട് ചുട്ട് വെച്ച് തേക്ക് നട്ടേക്കാം. ശരി, ആ ഒരു ആംഗിള് ശരിയാണ്. ഇത് വളരെ ക്ലിയറാണ്. പെർസ്പെക്റ്റീവ് ഇസ് വെരി ക്ലിയർ. കാരണം അന്ന് ഇഷ്ടംപോലെ കാടുണ്ടായിരുന്നത് കൊണ്ട് ഈ കാടില്ലാത്തതിൻ്റെ ബന്ധപ്പാടൊന്നും ആളുകൾ അറിഞ്ഞില്ല. ഈ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇപ്പം എംസികൾ പോകുന്ന ആ റൂട്ട് വരെയൊക്കെ കാടൊക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ നമുക്കറിയില്ലെങ്കിലും നമ്മുടെ തൊട്ട് പിന്നിലെ തലമുറക്കൊക്കെ അറിയാം. ഈ കാടൊക്കെ ഉണ്ടായിരുന്നു. കോട്ടയം ഭാഗത്ത് വരെയൊക്കെ കാടുണ്ടായിരുന്നു. ഈ കാനം എന്നൊക്കെ ഉള്ള പേരുകൾ കേട്ടാൽ തന്നെ അറിയാം. കാനനം, ഈ കാനം നമ്മുടെ ഇടുക്കിയൊക്കെ ഇഷ്ടംപോലെ കാനങ്ങളൊക്കെ ഇല്ലേ? ആ കാനങ്ങളൊക്കെ അങ്ങോട്ടുമൊക്കെ ഉണ്ട്. ഈ കാനം പിന്നെ കാട എന്നുള്ള പേരും ഉണ്ട്. കാട്, കാനം എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ആ കാലങ്ങളിലൊക്കെ ഏതാനും 2-3 പിന്നെ ശതാബ്ദങ്ങൾക്ക് മുമ്പ് അതൊക്കെ കാടായിരുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ കണ്ടവാനം കൈത വളർന്ന കാട് കൈതക്കാട്, ഇങ്ങനെയൊക്കെ അല്ല വലിയ നെടിയ കാട് തെളുങ്കാട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പേരുകളൊക്കെയാണ്. ചാന്നാനിക്കാട്, പോത്താനിക്കാട്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്